നമസ്കാരം. ഏവർക്കും മന്ത്രാക്ഷരിയിലേക്ക് സ്വാഗതം. ഭഗവത്ഗീത യഥാരൂപം അധ്യായം 2 ശ്ലോകം 52. യഥാ തേ മോഹകലിലം ബുദ്ധിർവ്യതിതരിഷ്യതി തഥാ ഗന്ധാസി നിർവേദം ശ്രോതവ്യസ്യ ശ്രുതസ്യ ച. യാതൊരിക്കൽ നിന്റെ ബുദ്ധിപൂർവമായ ദിവ്യസേവനം മായയാകുന്ന കാടിനെ ശരിയായി തരണം ചെയ്യുമോ, അപ്പോൾ കേൾക്കേണ്ടതിനെക്കുറിച്ചും കേട്ടതിനെക്കുറിച്ചും വിരക്തിഭാവത്തെ നീ പ്രാപിക്കും. ഭക്തന്മാരുടെ ജീവിത കഥകളിൽ അവർ ഭഗവത് സേവനത്തിൽ മുഴുകുകയാൽ വേദോക്തങ്ങളായ ചടങ്ങുകളിൽ ഉദാസീനരായതിന് നല്ല ഉദാഹരണങ്ങൾ വേണ്ടുവോളമുണ്ട്. കൃഷ്ണനെക്കുറിച്ചും താനും കൃഷ്ണനുമായുള്ള ബന്ധത്തെപ്പറ്റിയും ശരിക്കറിയുന്ന ഒരാൾ അനുഭവസമ്പന്നനായൊരു ബ്രാഹ്മണനായാലും ശരി, ഫലോദിഷ്ട കർമ്മങ്ങളിൽ തീരെ അശ്രദ്ധനാകുന്നത് സ്വാഭാവികമാണ്. ഭക്തി പരമ്പരയിൽപ്പെട്ട ഒരു മഹാചാര്യനും ഉത്തമ ഭക്തനുമായ ശ്രീ മാധവേന്ദ്രപുരി ഇങ്ങനെ പറയുന്നു: അല്ലയോ ത്രിസന്ധ്യാ പ്രാർത്ഥനകളെ, നിനക്കു മംഗളം. സ്നാനമേ, നിനക്കു നമസ്കാരം. ദേവന്മാരെ, പിതൃക്കളെ, നിങ്ങളെ ആദരിക്കുവാൻ എനിക്ക് കഴിയുന്നില്ല, ക്ഷമിക്കണം. ഇന്ന് ഞാനെവിടെയായിരുന്നാലും യദുവംശോത്തമനായ കംസവൈരിയെ മാത്രം ഓർക്കുന്നു. ആ സ്മരണ കൊണ്ടു തന്നെ എല്ലാ പാപങ്ങളിൽ നിന്നും എനിക്ക് മുക്തനാകാം. മറ്റൊന്നും എനിക്ക് ആവശ്യമില്ല. ആധ്യാത്മിക വിദ്യാഭ്യാസത്തിൻ്റെ പ്രാരംഭഘട്ടത്തിൽ പ്രാരംഭകർക്ക് വേദോക്തങ്ങളായ ക്രിയാനുഷ്ഠാനങ്ങൾ ഒഴിച്ചുകൂടാത്തവയാണ്. ദിവസം തോറും 3 നേരത്തെ പ്രാർത്ഥന, പ്രഭാത സ്നാനം, പിതൃതർപ്പണം എന്നിവ അതിലുൾപ്പെടുന്നു. എന്നാൽ പൂർണ്ണമായ കൃഷ്ണാവബോധത്തോടെയും ദിവ്യപ്രേമത്തോടെയും സേവനമനുഷ്ഠിക്കുന്നവർ പൂർണ്ണത നേടിക്കഴിഞ്ഞുകൊണ്ട് ഇവയിൽ ശ്രദ്ധിക്കാറില്ല. ശ്രീകൃഷ്ണ ഭഗവാനെ സേവിച്ച് വിജ്ഞാനവേദിയിലേറാൻ സാധിച്ച ഒരാൾക്ക് വേദവിഹിതങ്ങളായ തപസ്യകളോ യജ്ഞങ്ങളോ തുടർന്നു പോകേണ്ടതില്ല എന്നു മാത്രമല്ല, വേദങ്ങളുടെ ഉദ്ദേശ്യം തന്നെ കൃഷ്ണനിലേക്ക് നയിക്കലാണെന്ന് മനസ്സിലാക്കാതെ അത്തരം ചടങ്ങുകൾ അനുഷ്ഠിച്ചു വരുന്ന ആൾ സമയം പാഴാക്കുകയാണു താനും. കൃഷ്ണാവബോധമാർന്ന മനുഷ്യൻ ബ്രഹ്മശബ്ദത്തെ അഥവാ വേദോപനിഷത്തുക്കളുടെ മേഖലയെ അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു.